ടൂറിസ്റ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് ടൂർ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഈ മൊഡ്യൂളിൽ നമ്മൾ ഓൾറെഡി ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് അതെങ്ങനെ ടൂറിസം ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്നു, എങ്ങനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു, എങ്ങനെ എത്രത്തോളം അവർ ഇൻ്റർലിങ്ക്ഡ് ആണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോൾ നമ്മൾ ഓരോ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷനും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് റോഡ് ട്രാൻസ്പോർട്ടാണ്. ദെൻ ഇന്ത്യയിലെ റോഡ് ട്രാൻസ്പോർട്ട് സംവിധാനം എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ചെറിയ ഓവർവ്യൂ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. ടൂറിസ്റ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് ടൂർ ഓപ്പറേഷൻ. റോഡ് ട്രാൻസ്പോർട്ട് നമ്മൾ കുറേ ഡിസ്കസ് ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. റോഡ് ട്രാൻസ്പോർട്ട് മീൻസ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗൂഡ്സ് ആൻഡ് പേഴ്സണൽ ഫ്രം വൺ പ്ലേസ് ടു അതർ ത്രൂ റോഡ്സ്. ഗൂഡ്സ് അല്ലെങ്കിൽ ആളുകളെ ഒരു പ്ലേസിൽ നിന്ന് അടുത്ത പ്ലേസിലേക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ത്രൂ റോഡ്സ് ആണെങ്കിൽ നമ്മൾ റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയും, ബൈ മീൻസ് ഓഫ് ഡിഫറെൻറ്റ് വെഹിക്കിൾസ്. റൈറ്റ്. റോഡ് ഈസ് എ റോഡ് ബിറ്റ്വീൻ ടു ഡെസ്റ്റിനേഷൻസ് വിച്ച് ഹാസ് ബീൻ ഈതർ പേവ്ഡ് ഓർ വർക്ക്ഡ് ഓൺ ടു ഇനേബിൾ ട്രാൻസ്പോർട്ടേഷൻ ബൈ വേ ഓഫ് മോട്ടോറൈസ്ഡ് ഓർ നോൺ മോട്ടോറൈസ്ഡ് കാരേജസ്. റോഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡെസ്റ്റിനേഷൻസ് തമ്മിലുള്ള അല്ലെങ്കിൽ അവയെ കണക്ട് ചെയ്യാനുള്ള റൂട്ടാണ്. വിച്ച് ഹാസ് ഈതർ പേവ്ഡ് ഓർ വർക്ക്ഡ് ഓൺ ടു ഇനേബിൾ ട്രാൻസ്പോർട്ടേഷൻ സാധ്യമാക്കാൻ വേണ്ടി ഈ രണ്ട് ഡെസ്റ്റിനേഷൻസ് അല്ലെങ്കിൽ ഈ രണ്ട് പ്ലേസസ് തമ്മിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോഡ് ബിൽഡ് ചെയ്യുന്നത്, ബൈ വേ ഓഫ് മോട്ടോറൈസ്ഡ് ഓർ നോൺ മോട്ടോറൈസ്ഡ് കാരേജസ്. അത് വാഹനങ്ങൾ ഉപയോഗിച്ചോ അല്ലാതെയോ ഉള്ള ട്രാൻസ്പോർട്ടേഷനാണ് ഉദ്ദേശിക്കുന്നത്. The major advantage of road transport is it can enable door-to-door delivery of goods and materials and can provide very cost-effective means of cartage loading and unloading. So അതായത് റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡോർ ടു ഡോർ ഡെലിവറി ഓഫ് ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ആണ്. അത് നമുക്ക് ആവശ്യമുള്ള ഡെസ്റ്റിനേഷനിലേക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടെ കൃത്യമായിട്ട് നമുക്ക് എത്താമെന്നുള്ളതാണ്. അതാണ് റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എയർ അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എത്താനുള്ള ഡെസ്റ്റിനേഷനിലേക്ക് ഇൻ ബിറ്റ്വീനുള്ള ട്രാവൽ എന്ന് പറയുന്നത് പലപ്പോഴും എയർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് മാത്രമായിരിക്കില്ല. നമ്മൾ ഏതെങ്കിലും ഒരു പോർട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ ചെന്നിറങ്ങിയിട്ട് അവിടുന്ന് നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് എത്തേണ്ടതായിട്ടുള്ള ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ അഗൈൻ റോഡ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ റോഡ് മാർഗം ആയിരിക്കും നമ്മൾ എത്തേണ്ടി വരിക. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എക്സാക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്താമെന്നുള്ളതാണ്. സംടൈംസ് റോഡ് ട്രാൻസ്പോർട്ട് ഈസ് ദ ഓൺലി വേ ഫോർ ക്യാരിങ് goods and peoples to and from rural areas which are not catered to by rail, water or air transport. Again, remote അല്ലെങ്കിൽ വില്ലേജ് ഏരിയാസ്, അത്രത്തോളം ഡെവലപ്ഡ് അല്ലാത്ത ഏരിയാസിലൊക്കെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് റോഡ് ട്രാൻസ്പോർട്ടാണ്. ഡെലിവറി ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ സിറ്റീസ്, ടൗൺസ് ആൻഡ് സ്മോൾ വില്ലേജസ് ഈസ് മെയ്ഡ് പോസിബിൾ ഓൺലി ത്രൂ റോഡ് ട്രാൻസ്പോർട്ട്. However, in spite of various merits, road transport has major limitations. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. മോർ ചാൻസസ് ഓഫ് ആക്സിഡൻറ്റ്സ് ആൻഡ് ബ്രേക്ക് ഡൗൺസ്. ഇറ്റ് ഈസ് ലെസ് ഓർഗനൈസ്ഡ് കമ്പയർഡ് ടു അതർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. അതായത് ഇപ്പോൾ നമുക്കറിയാം റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത്രത്തോളം എങ്ങനെ നമ്മൾ ട്രാഫിക് കവർ ചെയ്ത് പോകുന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം റോഡിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന റോഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ട്രാഫിക് ഉണ്ടായിരിക്കും, അതേസമയം ഒരുപാട് കൺജസ്റ്റഡ് ആയിരിക്കും. സോ നമ്മൾ വിചാരിച്ച സമയത്ത് ചിലപ്പം എത്താൻ പറ്റണമെന്നില്ല. സോ അതുകൊണ്ടൊക്കെ തന്നെ അതുപോലെ
സ്പീഡ് ഒരു വലിയ പ്രശ്നമാണ്. ട്രാഫിക്കിൻ്റെ ബാഹുല്യം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വിചാരിച്ച സ്പീഡിൽ വണ്ടി ഓടിക്കാനൊന്നും പറ്റില്ല. സോ ഇനിയിപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ ആക്സിഡൻസിനുള്ള സാധ്യത വളരെ കൂടുതലാണെങ്കിൽ ബ്രേക്ക് ഡൗൺസ് ഇതിനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റുള്ള ട്രാൻസ്പോർട്ട് ഒക്കെ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് അപേക്ഷിച്ച് ഇതാണ് വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ലെസ് ഓർഗനൈസ്ഡ് ആണ്. നമ്മൾ എയർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് അതല്ലെങ്കിൽ റെയിൽ ട്രാൻസ്പോർട്ടൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ്. പക്ഷേ റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ അത്രത്തോളം ഓർഗനൈസ്ഡ് അല്ല. റൈറ്റ്. പിന്നെ ഇറ്റ് ഈസ് ഇറഗുലർ ആൻഡ് അൺഡിപ്പെൻഡബിൾ. അതായത് ഇറഗുലർ ആണ്. ചില സ്ഥലത്ത് പിന്നെ നമുക്ക് വളരെ വാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള റോഡ്സ് ആയിരിക്കും. ചിലപ്പം അത്രത്തോളം ഡെവലപ്ഡ് അല്ലാത്ത ഏരിയാസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളായി നമ്മൾ നേരിടേണ്ടി വരും യാത്രക്കാരെന്നുള്ള രീതിയിൽ. ബിക്കോസ് നമുക്ക് സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇറഗുലറാണ്. ദെൻ അൺഡിപ്പെൻഡബിൾ. നമുക്ക് പൂർണ്ണമായിട്ടും എല്ലാ റൂട്ടിലേക്കും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നിപ്പോഴും പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് സമയമെടുക്കും. ഇപ്പോൾ വലിയ റോഡ് നെറ്റ്വർക്കുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ വിചാരിച്ച ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് റോഡ് ട്രാൻസ്പോർട്ടിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. റേറ്റ്സ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആർ അൺസ്റ്റേബിൾ ആൻഡ് അൺഈക്വൽ. പിന്നെ അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് ആണ് റേറ്റ്സ്. റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ റേറ്റ്സ് പലപ്പോഴും അൺസ്റ്റേബിൾ ആൻഡ് അൺഈക്വലാണ്. മറ്റുള്ള റേറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എയർ ട്രാൻസ്പോർട്ട് ആണെങ്കിലും അതുപോലെ വാട്ടർ ട്രാൻസ്പോർട്ട് ആണെങ്കിലും നമുക്ക് ഏകദേശം അറിയാം ഇത്രയാവുന്നുള്ളൂ. പക്ഷേ റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ റേറ്റ്സ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും അൺസ്റ്റേബിളാണ്, അൺഈക്വലാണ്. പിന്നെ നമുക്കറിയാം സ്പീഡ് ഇൻ റോഡ് ട്രാൻസ്പോർട്ട് ഈസ് ലെസ് ആൻഡ് ലിമിറ്റഡ്. മറ്റുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലിമിറ്റഡ് ആണ് സ്പീഡ്. ട്രാൻസ്പോർട്ടിങ് ബൾക്കി ഗുഡ്സ് ഓവർ ലാർജ് ഡിസ്റ്റൻസസ് ഈസ് അൺസ്യൂട്ടബിൾ ആൻഡ് കോസ്റ്റ്ലി. ഈ പറഞ്ഞ പോലെ തന്നെ വളരെ വലിയ നെറ്റ്വർക്ക് ഓഫ് റോഡ്സ് നമുക്കുണ്ടെങ്കിലും ഒരുപാട് ദൂരം സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴും കോസ്റ്റ്ലി ആണ്. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അല്ല റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഒന്നെങ്കിൽ ട്രെയിൻ ഉപയോഗിക്കും, റെയിൽ ട്രാൻസ്പോർട്ട്, അതല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ടാണ് പലപ്പോഴും പ്രിഫർ ചെയ്യുക. പിന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ എൻവയോൺമെൻറ്റ്. നമുക്കറിയാം ഒരുപാട് വാഹനങ്ങൾ നിരത്തുകളുള്ളതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളുടെ എൻജിൻ പുറന്തള്ളുന്ന പുക, ഈ എൻജിൻസിൻ്റെ കമ്പസ്റ്റൻ കൊണ്ടുണ്ടാകുന്ന പുകയൊക്കെ വലിയ രീതിയിലുള്ള എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്, നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇന്ത്യയിലെ നാഷണൽ ഹൈവേസിൻ്റെ നെറ്റ്വർക്ക്സ് ആണിത്. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളെയും കണക്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ നോർത്ത് ടു സൗത്ത് പോയിൻറ്റ്, ദെൻ വെസ്റ്റ് ടു ഈസ്റ്റ്. മെയിനായിട്ടുള്ള മെട്രോപൊളിറ്റൻ നഗരങ്ങൾ നിങ്ങൾക്ക് കാണാം: മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി. ഓക്കെ, ഇനി നാഷണൽ ഹൈവേസിനെ പറ്റി പറയാം. നാഷണൽ ഹൈവേസ് ഇൻ ഇന്ത്യ ആർ എ നെറ്റ്വർക്ക് ഓഫ് ദി ട്രങ്ക് റോഡ്സ് ഓൺഡ് ബൈ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്. It is constructed and managed by National Highway Authority of India, National Highways and Infrastructure Development of Corporation and Public Works Department of State Government. നാഷണൽ ഹൈവേസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ട്രങ്ക് റോഡ്സിൻ്റെ ഒരു ഹ്യൂജ് നെറ്റ്വർക്കാണ്, ഓൺഡ് ബൈ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്. മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് മന്ത്രാലയമാണ്
ഇന്ത്യയിലെ നാഷണൽ ഹൈവേസ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് അതുപോലെ മാനേജ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. അതാണ് ഇന്ത്യയിലെ നാഷണൽ ഹൈവേ കൺട്രോൾ ചെയ്യുന്ന അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ. ആൻഡ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓരോ ഗവൺമെൻറ് അണ്ടറിൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അതായത് PWD. ഇത്രയും ആളുകളാണ് ഇന്ത്യയിലെ റോഡ് നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പ്രധാന പങ്കുവയ്ക്കുന്നത്. അതിൽ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ is a nodal agency responsible for building, upgrading and maintaining most of the national highways. ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ നാഷണൽ ഹൈവേസും നിർമ്മിക്കുന്നതും അത് അപ്ഗ്രേഡ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും എല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യ ഹാസ് 142126 kilometers of national highways as of April 2019. ഏപ്രിൽ 2019 വരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏകദേശം 1,42,126 kilometers ഓഫ് നാഷണൽ ഹൈവേസ് ആണുള്ളത്. മെജോറിറ്റി ഓഫ് എക്സിസ്റ്റിംഗ് ഹൈവേസ് ആർ 2-lane റോഡ്സ്, though much of being expanded to 4 lanes. ഓൾമോസ്റ്റ് എല്ലാ എക്സിസ്റ്റിംഗ് ഹൈവേസും ഒരു 50 to 60% 2-lane ഹൈവേസ് ആണ്. ഇപ്പം എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. പല സ്ഥലത്തും നമുക്ക് കാണാം. മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ പലപ്പോഴും 4 to 6 lanes ഒക്കെയാണ്. പക്ഷേ നമ്മൾ മറ്റുള്ള സിറ്റീസിലൊക്കെ വരുമ്പോൾ 2 lanes അല്ലെങ്കിൽ 4 lanes ഒക്കെയാണ് ഇപ്പോഴും നാഷണൽ ഹൈവേസ് ഉള്ളത്. നാഷണൽ ഹൈവേസ് ആക്ട് 1956 പ്രൊവൈഡഡ് ഫോർ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബിൽഡിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹൈവേസ്. എങ്ങനെയാണ് ഇന്ത്യയിലെ നാഷണൽ ഹൈവേസ് ഡെവലപ്പ് ചെയ്തതെന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് 1956 നാഷണൽ ഹൈവേസ് ആക്റ്റാണ്. നാഷണൽ ഹൈവേസ് ആക്റ്റാണ് ഇന്ത്യയിൽ ഹൈവേസ് ബിൽഡ് ചെയ്യുന്നതും അതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളൊരു അവസരം കൊടുത്തു എന്ന് പറയും. പിന്നെ ഈ ഒരു ആക്ട് പ്രകാരം 1988 ഇതിലെ നോഡൽ ഏജൻസി എന്ന് നമ്മൾ പറയുന്ന നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ടായി. In 1998, India launched a National Highways Development Project in which the main north, south, east, west corridors and highways connecting 4 metropolitan cities have been fully paved and widened into 4-lane highways. 1998 ഇന്ത്യയുടെ ഒരു വലിയ പ്രോജക്റ്റാണ് നാഷണൽ ഹൈവേസ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. ഇതിലൊരു വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച് കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റാണ് നാഷണൽ ഹൈവേസ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 കോറിഡോഴ്സ്, അത് നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് മെട്രോപൊളിറ്റൻ സിറ്റീസ് കണക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ റോഡ് ഉണ്ടാക്കാനും കൺസ്ട്രക്ട് ചെയ്യാനും അതുപോലെ അത് വൈഡൻ ചെയ്യാനും, അതായത് 4-lane ഹൈവേസ് ആക്കാനുള്ള തീരുമാനം എടുത്തു എന്നുള്ളതാണ്. 4 മേജർ മെട്രോപൊളിറ്റൻ സിറ്റീസ് എന്ന് പറയുമ്പോൾ നോർത്തിൽ ഡൽഹി, വെസ്റ്റിൽ മുംബൈ, ദെൻ ഈസ്റ്റിൽ കൊൽക്കത്ത, ദെൻ സൗത്തിൽ ചെന്നൈ. ഓക്കെ, ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നാണ് അതിന് പറയുക. ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോറിഡോഴ്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന 4 മെയിൻ സിറ്റീസ് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നാഷണൽ ഹൈവേസ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ആ പേര് തന്നെ അറിയാം. ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചതുഷ്കോണം എന്ന് പറയും. ഈ 4 പോയിൻറ്റ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. നാഷണൽ ഹൈവേസ് നെറ്റ്വർക്ക് കണക്റ്റിംഗ് മോസ്റ്റ് ഓഫ് ദ മേജർ agricultural, industrial, cultural centers of India. It forms a quadrilateral connecting 4 major metro cities in India. ഇന്ത്യയിലെ 4 മെട്രോപൊളിറ്റൻ സിറ്റീസ് അവിടുത്തെ ഏറ്റവും മേജർ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ, കൾച്ചറൽ സെൻറ്റേഴ്സ് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഹ്യൂജ് നാഷണൽ ഹൈവേസ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഡൽഹി, മുംബൈ, ചെന്നൈ, കൽക്കട്ട ഈ 4 മെട്രോപൊളിറ്റൻ നഗരങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ പ്രൊജക്റ്റ്.
ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 5846 കിലോമീറ്ററാണ്. 5846 കിലോമീറ്റർ ഹൈവേ ആണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2012 ഇതിൻ്റെ പണി കഴിഞ്ഞത്. ഓക്കെ, കൺസ്ട്രക്ഷൻ പൂർത്തിയായത്. ഇനി ഇന്ത്യയിലെ ഹൈവേസിനെ പറ്റിയിട്ട്, നാഷണൽ ഹൈവേസിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു ഓവർവ്യൂ നൽകുകയാണ്. ലോങ്ങസ്റ്റ് ഹൈവേ ഇൻ ഇന്ത്യ. The NH44 is the longest national highway in India. National Highway 44 was previously known as National Highway 7. NH44 is 3,745 km long and covers the north-south corridor of National Highway Development Project. It starts from Srinagar in north and ends in Kanyakumari in the south. The NH44 highway has come into being by merging 7 major national highways of old numbers that include NH1A, NH1, NH2, NH3, NH75, NH26 and NH7. ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് ഹൈവേ എന്ന് പറയുന്നത് NH44 ആണ്. കണക്ട് ചെയ്യുന്നത് കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെയാണ്. ഓൾമോസ്റ്റ് 3,745 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഈ നാഷണൽ ഹൈവേയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ നോർത്ത് സൗത്ത് കോറിഡോർ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പ്രൊജക്റ്റിൻ്റെ പ്രത്യേകത. NH44 ഡെവലപ്പ് ചെയ്തത്, അല്ലെങ്കിൽ NH44 വന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 7 മേജർ ഹൈവേസ്, അന്നുണ്ടായിരുന്ന 7 മേജർ ഹൈവേസ് മെർജ് ചെയ്തിട്ടാണ്. ഓക്കെ, അതിൽ വരുന്ന NH1A, NH1, 2, 3, then NH75, 26 ആൻഡ് 7. ഓക്കെ, ഇനി മറ്റുള്ള കുറച്ച് മെയിനായിട്ടുള്ള നാഷണൽ ഹൈവേസ്. NH27 സെക്കൻഡ് ലാർജസ്റ്റ് ഹൈവേ ആണ്, നാഷണൽ ഹൈവേ ആണ് ഇന്ത്യയിലെ. പോർബന്ദർ ടു സിൽച്ചാർ, അസമിലെ സിൽച്ചാർ മുതൽ ഗുജറാത്തിലെ പോർബന്ദർ വരെ കണക്ട് ചെയ്യുന്ന നാഷണൽ ഹൈവേ ആണ്. ഓൾമോസ്റ്റ് 3,507 കിലോമീറ്റർ ആണ് ഈ നാഷണൽ ഹൈവേയുടെ ലെങ്ത്. NH48 ഓൾഡ് നെയിം NH8 ആയിരുന്നു. ഡൽഹി ചെന്നൈ കണക്ട് ചെയ്യുന്ന നാഷണൽ ഹൈവേ ആണ് NH48. ഓൾമോസ്റ്റ് 2,807 കിലോമീറ്റർ ആണ്. ദെൻ NH52 പഞ്ചാബിലെ സംഗ്രൂർ മുതൽ കർണാടകയിലെ അങ്കോള എന്ന് പറഞ്ഞ സ്ഥലം കണക്ട് ചെയ്യുന്നു. ഓൾമോസ്റ്റ് 2,317 കിലോമീറ്റർ. ദെൻ NH30 മുമ്പ് NH221 ആയിരുന്നു. ഉത്തരാഖണ്ഡിലെ സീതാർഗഞ്ച് മുതൽ ആന്ധ്രാപ്രദേശ് വരെ കവർ ചെയ്യുന്ന രീതിയിലാണ് NH30 ബിൽഡ് ചെയ്തിട്ടുള്ളത്. NH53 ഗുജറാത്തിലെ ഹജ്റ മുതൽ ഒഡീഷയിലെ പാരദീപ് വരെ. ഓക്കെ, ഇനി ഇന്ത്യയിലെ കുറച്ച് സ്റ്റാറ്റ്സ് ആണ് പറയുന്നത് ഈ നാഷണൽ ഹൈവേസ് കണക്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ വേൾഡിലെ റോഡ് നെറ്റ്വർക്ക് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്കാണ് ഇന്ത്യയുടെ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. There are over 200 national highways and their cumulative length adds up to 1,01,011 km. The total length of state highways in India add up to 1,31,899 km. ഇതൊക്കെ ഒരു ഏകദേശ കണക്കാണ് പറയുന്നത്. ഓൾമോസ്റ്റ് 200 നാഷണൽ ഹൈവേസ് ഉണ്ട്. 1,00,000-ലധികം കിലോമീറ്ററാണ് ഇവ തമ്മിൽ, അല്ലെങ്കിൽ ഇവയ്ക്കിടയിലുള്ളത്. സ്റ്റേറ്റ് ഹൈവേസിൻ്റെ അക്യുമുലേഷൻ അവരുടെ ലെങ്ത്തോട് കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 1,31,899 കിലോമീറ്റർ ഉണ്ടാവും. പിന്നെ നമ്മൾ മെയിൻ ഹൈവേ, ഇത് നാഷണൽ ഹൈവേക്ക് പേര് കൊടുക്കുമ്പോൾ മെയിൻ ഹൈവേസ് ഓഫ് 2 digit നമ്പർ ആൻഡ് ഓൾ ദി ഹൈവേസ് ദാറ്റ് ആർ നമ്പേർഡ് 3 digits ആർ ടെക്നിക്കൽ ബ്രാഞ്ചസ് ടു ദ മെയിൻ ഹൈവേ. നമ്മൾ നമ്പർ കൊടുക്കുന്ന സമയത്ത് എല്ലാ മെയിൻ ഹൈവേസും 2 digit ആയിരിക്കും. പിന്നെ അതിലേക്ക് കണക്ട് ചെയ്യുന്ന മറ്റുള്ള സബ് ഹൈവേസിനാണ് നമ്മൾ, അല്ലെങ്കിൽ ബ്രാഞ്ചസ്, അതിന് നമ്മൾ 3 digits കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ 144 നമ്പർ ഹൈവേ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ സെക്കൻഡറി ബ്രാഞ്ച് ഓഫ് ഹൈവേ നമ്പർ 44. These are further broken into subdivisions and
named with suffixed alphabet like 144A, 244A, etc. അപ്പം ഈ 144 ഹൈവേനെ മെയിൻ ഹൈവേനെ അല്ലെങ്കിൽ 144 എന്ന് പറയുന്ന നമ്പർ കൊടുത്തിരിക്കുന്നത് നാഷണൽ ഹൈവേ 44നെ കണക്ട് ചെയ്യുന്നതാണ്. ഇനി ഇതിൽ വേറെ സബ് ഡിവിഷൻസ് വരും, അതിന് നമ്മൾ ആൽഫബറ്റ്സ് കൊടുത്തുകൊണ്ട് സൂചിപ്പിക്കുന്നു. ഇപ്പം 144A, 244A ഇങ്ങനെയൊക്കെ. ഇനി ഇന്ത്യയിലെ നാഷണൽ ഹൈവേസിലെ കളേഴ്സാണ്. യെല്ലോ ആൻഡ് വൈറ്റ് കളർ ഫോർ നാഷണൽ ഹൈവേസ്. അപ്പം NH റോഡുകൾ നോക്കിക്കഴിഞ്ഞാൽ യെല്ലോ ആൻഡ് വൈറ്റ് കളറായിരിക്കും. ഗ്രീൻ ആൻഡ് വൈറ്റ് ഫോർ സ്റ്റേറ്റ് ഹൈവേസ്. സ്റ്റേറ്റ് ഹൈവേസിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗ്രീനും അതുപോലെ വൈറ്റുമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു പച്ച ബോർഡ് കാണും, പച്ചയിൽ വൈറ്റ് റൈറ്റിങ്സ് കാണും. സോ അത് സ്റ്റേറ്റ് ഹൈവേസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബോർഡുകളാണ്. ദെൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈസ് ഫോർ സിറ്റി ഹൈവേ. സിറ്റി ഹൈവേസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സാണ്. NH 118 along with NH 548 are the shortest national highway in India. NH 118 connects the towns Hasanbani and Jamshedpur in the state of Jharkhand, running for a distance of only about 5 km, and NH 548 traverses the state of Maharashtra for about 5 km of length. ഇന്ത്യയിലെ ഷോർട്ടസ്റ്റ് നാഷണൽ ഹൈവേസ് ആണ് NH 118ഉം NH 548ഉം. NH 118 ഉള്ളത് നമ്മുടെ ജാർഖണ്ഡിലെ ഹസൻബനിയും അതുപോലെ ജംഷഡ്പൂറും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. 5 കിലോമീറ്റേഴ്സാണ്, ജസ്റ്റ് 5 കിലോമീറ്റേഴ്സാണ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി NH 548 ഉള്ളത് മഹാരാഷ്ട്രയിലെ ആണ്, ജസ്റ്റ് അഗൈൻ 5 കിലോമീറ്ററാണ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലേ മണാലി ഹൈവേ വളരെ പ്രശസ്തമായിട്ടുള്ള റോഡാണ്. ലേ മണാലി ഹൈവേ ഇസ് ദി വേൾഡസ്റ്റ് സെക്കൻഡ് ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് മോട്ടോർ ഹൈവേ വിച്ച് കണക്ട്സ് ഷിംല ഇൻ ഹിമാചൽ പ്രദേശ് ടു ലേ ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. ഇപ്പം വേൾഡിലെ സെക്കൻഡ് ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് മോട്ടോർ ഹൈവേ, ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാമത്തെ ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് മോട്ടോറബിൾ ഹൈവേ ആണ് ലേ മണാലി ഹൈവേ. ഹിമാചൽ പ്രദേശിലെ ഷിംല മുതൽ ജമ്മു കാശ്മീരിലെ ലേ വരെയാണ് ഇവ കണക്ട് ചെയ്യുന്നത്. സോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. സോ ജസ്റ്റ് റോഡ് ട്രാൻസ്പോർട്ട് എന്താണെന്നും പിന്നെ അതിൻ്റെ കുറച്ച് മേജർ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു. പിന്നെ ഇന്ത്യയിലെ നാഷണൽ ഹൈവേസിൻ്റെ നെറ്റ്വർക്ക് എങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, നോഡൽ ഏജൻസി ആരാണ്, പിന്നെ കുറച്ച് നാഷണൽ ഹൈവേസ് പഠിച്ചു. ഏറ്റവും ലെങ്തിയസ്റ്റ് ഏതാണ്, ഏറ്റവും ഷോർട്ടസ്റ്റ് ഏതാണ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.